الرحمن الرحيم ولقد جاءكم موسى بالبينات ثم اتخذتم العجل من بعده وأنتم ظالمون وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واسمعوا قالوا سمعنا وعصينا وأشربوا في قلوبهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين ولتجدنهم أحرص الناس على حياة ومن الذين أشركوا يود أحدهم لو يعمر 1000 سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون أوكلما عاهدوا عهدا نبذه فريق منهم بل أكثرهم لا يؤمنون ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة
ما شروا به أنفسهم لو كانوا يعلمون. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിലെ സിഹ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിച്ചു വരുന്നത്. വത്തബഉ മാ തത്ലു ശയാത്തീൻ അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ അസ്സിഹ്റ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത് വമാ യുഅല്ലിമാനി ലിഅഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ തക്ഫുർ ഫതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് പറഞ്ഞ ആയത്ത് ഏതായിരുന്നു? നമ്മൾ ഫുള്ള് വായിച്ചോ ആയത്ത്? അവിടെ ആ ആയത്തുകളുടെ ഒരു പ്രത്യേകത പറഞ്ഞിരുന്നു അല്ലേ? എന്തായിരുന്നേ? വമിൻ ആയാത്തിഹി അല്ലേ? അത് തുടങ്ങുന്ന അങ്ങനെ തുടങ്ങുന്ന ആയത്തുകളാണ്. അതിൽ പിന്നെ വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആയാത്ത് ലി കൗമി യസ്മഊൻ ലി കൗമി യഅഖിലൂൻ ലി കൗമി യതഫക്കറൂൻ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആയത്തുകളാണ്. അതിൽപ്പെട്ട ഒരു ആയത്താണ് വമിൻ ആയാത്തിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞിരുന്നോ? ആയത്തിന്റെ അർത്ഥം പറഞ്ഞിരുന്നോ? ഇല്ല. അപ്പൊ ആയത്തുകളൊന്ന് ഓതിക്കൊള്ളിന്നാല്. أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين. ومن آياته منامكم بالليل والنهار وابتغاؤكم من فضله إن في ذلك لآيات لقوم يسمعون. ومن آياته يريكم البرق خوفا وطمعا
20 മുതൽ 25 വരെ 26 വരെയുള്ള ആയത്തുകളിൽ 20ാമത്തെ ആയത്തും 25ാമത്തെ ആയത്തും രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ഒന്ന് സുമ്മ ഇദാ അൻതും ബശറുൻ തൻതശിറൂൻ, സുമ്മ ഇദാ ദഅാകും ദഅവതൻ മിനൽ അർളി ഇദാ അൻതും തഖ്റുജൂൻ. ഈ രണ്ട് ആയത്തുകൾ ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ ആയത്തുകളും അവസാനത്തിൽ ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമി യഅഖിലൂൻ, ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമി യസ്മഊൻ, ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിൽ ആലമീൻ, ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമി യതഫക്കറൂൻ. ഈ ആയത്തുകളിൽ 20 മുതൽ 25 വരെയുള്ള ആയത്ത് തുടങ്ങുന്നത് വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞിട്ടാണ്. വമിൻ ആയാത്തിഹി വമിൻ ആയാത്തിഹി വമിൻ ആയാത്തിഹി, അങ്ങനെ എല്ലാ 6 ആയത്തും അങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഇതിൽ 2 എണ്ണം, ആദ്യത്തും അവസാനത്തതും രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ അതിനിടക്കുള്ളതൊക്കെ ഇത് ആയാത്തുകളാണ് എന്ന് പറഞ്ഞത് എന്തിനാണ്? ഇപ്പം ഞാൻ ഈ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്, ഓരോന്നും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഏറെ പ്രസക്തമായ ഒരു സംഗതി ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു വലിയ വിവാദം. നമ്മളിപ്പോൾ പരപ്പനങ്ങാടിയിൽ ഒരു വലിയ സമ്മേളനമൊക്കെ നടത്തിയത് എന്തിനായിരുന്നു? ഈ ഖുർആനും സുന്നത്തും സ്വീകരിക്കാൻ ബുദ്ധി ഉപയോഗിക്കണമെന്നുള്ള സംഗതിയാണ്. അതൊരു വലിയ വിഷയമാണ്. അപ്പോൾ ഖുർആനും സുന്നത്തും സ്വീകരിക്കാൻ ബുദ്ധി ഉപയോഗിക്കേണ്ട കാര്യമില്ല, ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താണ്? ബുദ്ധി നമുക്ക് തന്ന പടച്ചോന്റെ വഹിയാണ് ഖുർആനും സുന്നത്തും, രണ്ടും വഹിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. നമുക്ക് ഇന്ന് കുറെ കാലങ്ങൾക്ക് മുമ്പുള്ള ബുദ്ധിയല്ല ഇന്ന് മനുഷ്യന്റെ ബുദ്ധി. അടുത്ത കാലത്ത്, ഇനി വരാൻ പോണ കാലത്ത് ഇതിനേക്കാൾ ബുദ്ധി മാറും, അല്ലേ? ഇപ്പൊ നമ്മളൊന്നും ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു 10-25 കൊല്ലം മുമ്പ് ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നോ? അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ലായിരുന്നു. ഇന്നിപ്പം മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റൂല, അല്ലേ? നെറ്റില്ലാതെ, ചോറും കഞ്ഞും ഒന്നുമില്ലെങ്കിലും നെറ്റില്ലാതെ, അല്ല ഇത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ പെരീക്ക് സാധനം വാങ്ങാൻ വേണ്ടി കടയിൽ പോയിട്ട് ഇപ്പൊ പൈസ ഇല്ലല്ലോ, കറൻസി ഒഴിവായിക്കൊണ്ടിരിക്കും. കറൻസി ഇപ്പൊ പുതിയതൊന്നും അടിക്കണില്ല. ഇനി നോട്ടൊക്കെ പിൻവലിക്കാൻ പോകുന്നു, എല്ലാ നോട്ടും പിൻവലി. ആരെ കയ്യിലും കറൻസി ഉണ്ടാവില്ല. ഇനി കറൻസി എന്നൊരു സംഭവം തന്നെ ഉണ്ടാവില്ല. ഇനി സാമ്പത്തിക കടലാസ്, നോട്ടിന്റെ കടലാസ് തന്നെ സാധനം ഉണ്ടാവില്ല. ഇനി അത് ഫുള്ള് പോകാൻ പോവാണ്. ആ സാധനം തന്നെ ആരെ കയ്യിലുണ്ടാവില്ല, ഒറ്റ കുട്ടിന്റെ കയ്യിലുണ്ടാവില്ല. അവിടേക്കാ പോണത്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ പറയുമ്പോൾ അങ്ങനെ നടക്കുമെന്നൊക്കെ ചിന്തിക്കും. മൊബൈലിനെ പറ്റി നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു കാലം ഉണ്ടായിരുന്നു, അല്ലേ? ഇപ്പൊ നമ്മള് കടയിൽ ചെന്നാല് പൈസ സാധനം വാങ്ങിയിട്ട് പിന്നെ ഓന്റെ നിരക്ക് മൊബൈലാണ് നീട്ടണത്, അല്ലേ? പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചിട്ട് മൊബൈലാണ് നീട്ടണത്. ആ കയ്യിലെ നെറ്റില്ലെങ്കിൽ പരിപാടി നടക്കൂല. ഇതിലൊക്കെ പോകണമെങ്കിൽ നെറ്റ് വേണം. നെറ്റില്ലാതെ ജീവിക്കാൻ കഴിയില്ല, നെറ്റില്ലാതെ തിന്നാൻ പറ്റൂല, നെറ്റില്ലാതെ ഉടുക്കാൻ പറ്റൂല, നെറ്റില്ലാതെ ഇറച്ചില്ല, മീനില്ല, പച്ചക്കറിയില്ല, ഒന്നുമില്ല. നെറ്റില്ലാതെ ജീവിക്കാൻ പറ്റൂല. ഇങ്ങനത്തെ ഒരു നെറ്റ് എന്ന് പറഞ്ഞ സാധനം വരും, നമുക്ക് ജീവിക്കാൻ പറ്റാത്ത കാലം വരും. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിരുന്നോ? ഇല്ല. അപ്പം മനുഷ്യന്റെ ബുദ്ധിയാണ് ഇതിനൊക്കെ പിന്നില്. കഴിഞ്ഞ സമൂഹത്തിലെ തലമുറയിലെ ബുദ്ധിയല്ല. പ്രമാണങ്ങൾ എന്നും പ്രമാണങ്ങളാണ് ഖിയാമത്ത് നാൾ വരെ. മനസ്സിലാണ്ട പറഞ്ഞത്? പ്രമാണങ്ങൾ എന്നും പ്രമാണമാണ് ഖിയാമത്ത് നാൾ വരെ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അന്നത്തെ മനുഷ്യനും ഇന്നത്തെ മനുഷ്യനും ഈ പ്രമാണം ഉൾക്കൊള്ളാൻ കഴിയണം. അപ്പൊ നമ്മുടെ ബുദ്ധിക്കപ്പുറത്തുള്ള കാര്യങ്ങൾ ഖുർആൻ പറയുന്നു. നമ്മുടെ കണ്ണിന് പരിധിയുണ്ട്, കാഴ്ചക്ക് പരിധിയുണ്ട്, കേൾവിക്ക് പരിധിയുണ്ട്, നമ്മളെ ബുദ്ധിക്ക് പരിധിയുണ്ട്, പരിമിതികളുണ്ട്. അത് ഉറപ്പാണ്. അപ്പൊ ഈ ബുദ്ധി വെച്ചിട്ട് ഖുർആനും സുന്നത്തിനെ അടക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ ഈ ഖുർആനില് ഈ 4 ആയത്ത് അവസാനിച്ചത് എങ്ങനെയാണ്? ഈ 6 ആയത്ത് തുടങ്ങിയത് വമിൻ ആയാത്തിഹി, അല്ലെ? ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. എന്നിട്ട് ഈ 4 ആയത്ത് അവസാനിക്കുന്നത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, ആലോചിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു, അല്ലെ? ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ആ ചോദ്യം എന്താണ്? ഖുർആൻ ഇങ്ങനെ വായിച്ചപ്പോൾ സ്വർഗത്തെപ്പറ്റി വായിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ഇങ്ങനെ ആലോചിച്ചാൽ ആ സ്വർഗം കിട്ടുമോ? അതാണോ പറഞ്ഞത്? അല്ല. ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞത്
ദൃഷ്ടാന്തങ്ങൾ ഖുർആനിൽ പറഞ്ഞു. ആ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ആലോചിക്കണം. അപ്പം ആകാശവും ഭൂമിയും ദൃഷ്ടാന്തമാണ്, നമ്മൾ ആലോചിക്കണം. നമ്മളെ ശരീരം വഫി അൻഫുസിക്കും, നിങ്ങളെ സ്വന്തം ശരീരത്തിൽ ദൃഷ്ടാന്തമുണ്ട്, ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു. ദൃഷ്ടാന്തങ്ങളെ പറ്റിയാണ് ആലോചിക്കാനും ചിന്തിക്കാനും പറഞ്ഞത്. രാവും പകലും എത്ര സ്ഥലത്ത് ആവർത്തിച്ചു. ദതി തന്നെ കിടക്കുന്നുണ്ട്. 22-ാമത്തെ ആയത്ത് വായിച്ചു നോക്കി, അല്ലെ 23 വായിച്ചു നോക്കി. വമിൻ ആയാതിഹി മനാമുക്കും ബില്ലൈലി വന്നഹാർ. കണ്ട, ലൈലും നഹാറും ആയത്താന്ന് ഖുർആൻ എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. വജഅൽനൽ ലൈല വന്നഹാറ ആയത്തൈൻ പറഞ്ഞില്ലേ? എത്ര സ്ഥലത്തെ ഖുർആൻ പറഞ്ഞു. എന്താണ് ആ ദൃഷ്ടാന്തം? ഇതാണ്. അതിന്റെ രാവും പകലും മാറി മാറി വരുന്നതിന്റെ ശാസ്ത്രമല്ല, മറിച്ചെന്താണ് അതിൽപ്പെട്ട ഒരുപാട് ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം ഇവിടെ അള്ളാഹ് പറയാണ്. രാത്രിയിൽ പകലിൽ നിങ്ങളെ മരിപ്പിക്കുന്നു എന്നാണ്, മരണാണ്. അമിൻ ആയാതിഹി മനാമുക്കും ബില്ലൈലി വന്നഹാർ. രാത്രിയിലും പകലിലും നിങ്ങളെ ഉറക്കത്തെക്കുറിച്ച് ചിന്തിക്ക്. ഉറക്കമാണ്. രാത്രി ഉറങ്ങുന്നുണ്ട്, പകലും ഉറങ്ങുന്നുണ്ട് അല്ലെ? രാത്രി ഉറങ്ങുന്നു, പകലും ഉറങ്ങുന്നു. ഈ ഉറക്കന്താ? ഉറക്കം മരണമാണ്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ. ഇതൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഈ ഉറക്കത്തിന്റെ മുമ്പുള്ള ഒരുക്കം എന്തിനാ? ഉറക്കിന്റെ മുമ്പിൽ ഒരു ഒരുക്കമുണ്ട് അല്ലെ? ആ ഒരുക്കം മരിക്കാനുള്ള ഒരുക്കമാണ്. ആ പ്രാർത്ഥനകൾ ദിക്റുകളൊക്കെ എടുത്തു നോക്കി നിങ്ങൾ. ഉറങ്ങണതിന് മുമ്പ് ഒരാൾ ചെല്ലുന്ന എല്ലാ പ്രാർത്ഥനകളും ദിക്റുകളൊക്കെ എടുത്തു നോക്കി. എല്ലാം മരിക്കാനുള്ള ഒരുക്കാണ് ആ പറഞ്ഞതൊക്കെ. ആ പ്രാർത്ഥനകൾ മുഴുവനും ദൃഷ്ടാന്തമാണ്. അപ്പൊ അതിൽപ്പെട്ടൊരു ദൃഷ്ടാന്തമാണ് ഏത്? 21-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞ വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജാ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. അപ്പോൾ ഇണകൾ, ദാമ്പത്യ ജീവിതം, അതിന്റെ ബേസിക് എന്താണ്? മവദ്ദത്തും റഹ്മത്തും. ഇനി ഇതിന്റെ തുടർച്ചയാണ് അടുത്ത ആയത്ത് പറയാൻ പോണത്. ഈ മവദ്ദത്തും ഈ റഹ്മത്തും നമ്മളെ ഹൃദയത്തിലുണ്ട് അല്ലേ? മവദ്ദത്തും റഹ്മത്തും ഇവിടെ ഉണ്ടാകുക ഹൃദയത്തിലുണ്ട്. ഹൃദയത്തിലുണ്ടായാൽ മാത്രം മതിയോ? മവദ്ദത്തും റഹ്മത്തും ഹൃദയത്തിൽ ഇങ്ങനെ ഒരു 10 കിലോ റഹ്മത്തും 10 കിലോ മവദ്ദത്തും ഉണ്ടെന്ന് പറഞ്ഞ് നടന്നാൽ മതിയോ? എൻ്റെ വെയിറ്റ് ആകെ ഞാനൊരു 80 കിലോ ഉണ്ട്, അതിൽ ഒരു 30 കിലോ മവദ്ദത്താണ്, 30 കിലോ റഹ്മത്ത്, അതാണോ? അല്ലല്ല. മവദ്ദത്തും റഹ്മത്തും പ്രകടിപ്പിക്കണം. മവദ്ദത്തും റഹ്മത്തും കാണാനുള്ളതാണ്, ഉള്ളിൽ ഒതുക്കി വെക്കാനുള്ളതല്ല. മനസ്സിലായില്ലേ? ഭാര്യയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. പ്രകടിപ്പിക്കാത്ത സ്നേഹം ഇല്ല എന്ന് തന്നെയാണ്. ഇല്ല, ഉള്ളിലുണ്ട്. നിഫാക്കാണത്, കാപ്പട്ടിയാണ്, വെറുതെ പറയാം. സ്നേഹം പ്രകടിപ്പിക്കണം. പ്രകടിപ്പിക്കാത്ത ഒരാൾക്ക് സ്നേഹം ഇല്ല. എനിക്ക് ഭയങ്കര സ്നേഹമാണ്, അയാൾക്ക് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ മൂപ്പര് പ്രകടിപ്പിക്കൂല, അത് വെറുതെ പറയണം. ഉണ്ടെങ്കിൽ പ്രകടിപ്പിക്കും, ഇല്ലാത്തവന് പ്രകടിപ്പിക്കാൻ കഴിയില്ല. ഉള്ളിൽ ഇല്ലാന്ന് അതിൻ്റെ അർത്ഥം. ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് പറയണ്ട. മനസ്സിലായി പറഞ്ഞത്? ഉള്ളവന് അത് പ്രകടിപ്പിക്കാൻ കഴിയും. പിന്നെ പ്രകടിപ്പിക്കാത്തത് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഇല്ലാത്തൊരു സാധനം ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, പ്രകടിപ്പിക്കണം. ആ പ്രകടിപ്പിക്കൽ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്നും അള്ളയും റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടേയിരിക്കണം. അപ്പം എന്താണ് സിഹറിലൂടെ ചെയ്യാറിയോ? ശ്രദ്ധിക്കണം. സിഹറിലൂടെ ചെയ്യുന്നത് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഈ സ്നേഹത്തെയും കാരുണ്യത്തെയും എടുത്ത് പുറത്തിടും. യുവസ്ഫിസു ഫീ സുദൂരിന്നാസ്. അവിടെ കിടന്ന കളിക്കുക. ഈ കളി എവിടേക്കെത്തും? മാ യുഫരിഖു ബിഹി ബൈനൽ മർഇ വസൗജ്. ഇത് ശൈത്താന്റെ പണിയാണ്, ശൈത്താനാണ്. ശൈത്താൻ ആരാണ്? അദുവാണ്. ശൈത്താൻ ആരാണ്? അദുവാണ്, അദുവുള്ളയാണ്, അദുവും മുബീനാണ്, അദുവുൻ മുളില്ലും മുബീനാണ്, ഗറൂറാണ്. ഒരുപാട് പദങ്ങളിലൂടെ അള്ളാഹു ശൈത്താന്മാരെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇനി ആ ശൈത്താൻ എങ്ങനെയാണിത് പിന്നെ പ്രവർത്തിപ്പിക്കുന്നത്? ഇതാണ് നമ്മൾ ഈ കാണാൻ പോണ ആയത്ത്. അപ്പൊ ഒരു സാഹിർ സിഹർ ചെയ്യുന്നതിലൂടെ, ഇപ്പൊ നമ്മൾ ആയത്തിൽ പഠിച്ചത് വമാ കഫറ സുലൈമാൻ
സുലൈമാൻ നബി കാഫറായിട്ടില്ല. കാരണം സുലൈമാൻ നബി സിഹ്ർ ചെയ്തിട്ടില്ല, സിഹ്റിനെ നിഷേധിച്ചിട്ടില്ല. വമാ കഫറ വലാകിന്ന ശയാത്തീന കഫറു. പിന്നെ ആരാണ് കാഫിർ ആയത്? വലാകിന്ന ശയാത്തീന കഫറു. എങ്ങനെ? യുഅല്ലിമൂന നാസ സിഹ്റ. ഇവര് കാഫിറായത് എങ്ങനെ? ശൈത്താന്മാര് കാഫിറായത് എങ്ങനെ? ജനങ്ങൾക്ക് സിഹ്ർ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്. അപ്പൊ ശൈത്താനാണ് ഇവിടെ. ഇതിന്റെ അടി പ്രവർത്തിക്കുന്നത് ആരാണ്? ശൈത്താൻ. ശൈത്താനിനെ സ്വാധീനിച്ചുകൊണ്ടുള്ള ഒരു സംഗതിയാണ് ഇത്. അള്ളാഹുവിന്റെ കഴിവിന് അപ്പുറത്തേക്ക് കടക്കലൊന്നുമല്ല, അള്ളാഹിന്റെ കഴിവിന്റെ ഉള്ളിൽപ്പെട്ട തന്നെയാണ്. അള്ളാഹ് പരീക്ഷണമാക്കി വെച്ചതാണ്. ആരൊക്കെ പ്രമാണങ്ങൾ സ്വീകരിക്കും, ആരൊക്കെ ഖുർആൻ പഠിക്കും, ഇതിന് എതിരിലുള്ള ചികിത്സ ഖുർആനാണ്, ഹദീത്താണ്. അത് ആരൊക്കെ പഠിക്കും, ആരൊക്കെ ചെയ്യും. ഇത് ആകെ ഇടങ്ങാറായിട്ട് തങ്ങന്മാരെടുത്തേക്കും മൗലിയമാരെടുത്തേക്കും കണക്കന്മാരെടുത്തേക്കും ബീവിമാരെടുത്തേക്കും ജ്യോത്സ്യന്മാരെടുത്തേക്കും ഒക്കെ തകിടും ഏലസും തെരഞ്ഞ് ആരൊക്കെ പോകും, ഷിർക്കിന്റെ പണി ആരൊക്കെ ചെയ്യും. എന്നാൽ ഈ പരീക്ഷണങ്ങളിൽ ഒതുങ്ങി നിന്ന് ക്ഷമിച്ച് ഖുർആനും സുന്നത്തും പ്രകാരം ആര് ജീവിക്കും എന്ന് പരിശോധിക്കാൻ വേണ്ടി പടച്ചു വെച്ച പരീക്ഷണാണ്. അല്ലാതെ സിഹ്ർ ചെയ്യണമെന്നോ സിഹ്ർ ചെയ്യൽ സുന്നത്താണെന്നോ സിഹ്ർ ചെയ്യൽ ഇതിപ്പോ പറയുമ്പോ എന്താ പറയാറിയോ? ആൾക്കാർ അങ്ങനെ പറയാ. ഇപ്പം ശൈത്താന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം എവിടെ ഉള്ളത്? ജിന്നുകളെ കൂട്ടത്തിലാണ് അല്ലെ? അപ്പൊ പറയും നിങ്ങൾ ജിന്നിന്റെ ആൾക്കാരാണ് പറഞ്ഞാ പിന്നെ നിങ്ങൾ അതിന്റെ ആൾക്കാർ, പിന്നെ നിങ്ങൾ ഇതിന്റെ ആൾക്കാർ. എന്താണ് അതേ പറയാൻ മനുഷ്യനെ അറിയുള്ളൂ. എക്കാലഘട്ടത്തിലും മനുഷ്യന്റെ അപജയത്തിന്റെ കാരണം അതാണ്, മനുഷ്യന്റെ പരാജയത്തിന്റെ കാരണം അതാണ്. എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി അവിടെ ഉപയോഗിക്കണം. എന്ത്? മനുഷ്യന്റെ ബുദ്ധിയും ചിന്തയൊക്കെ. അത് ഉപയോഗിക്കൂല. അവിടെയാണ് തകരാറ് വരുന്നത്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോണ ആയത്ത് ഈ മാ യുഫരിഖു ബിഹി ബൈനൽ മർഇ വ സൗജി എന്നുള്ളിടത്ത് എങ്ങനെയാണ് ശൈത്താൻ ഇടപെടുന്നത്. എന്നിട്ട് ശൈത്താൻ ഇടപെട്ടിട്ട് എന്താക്കാന്നറിയോ? ഈ ഭാര്യനെ, ഈ ഭർത്താവിനെ, അല്ലെങ്കിൽ ആ കുടുംബത്തെ മക്കളെ ശത്രുവാക്കി മാറ്റും. എന്താക്കി മാറ്റും? ശത്രുവാക്കി. ഇപ്പൊ നമ്മൾ പലപ്പോഴും കേട്ട ചില ആയത്തിന്റെ അർത്ഥങ്ങളും അതിന്റെ ആശയങ്ങളും നമ്മൾ മനസ്സിലാക്കാതെ പോവാറുണ്ട് പലപ്പോഴും. ഇൻഷാ അല്ലാഹ് ഞാനത് പറയാം. അപ്പൊ ഇനി നിങ്ങൾ മറിക്കേണ്ടത് 64-ാമത്തെ സൂറത്താണ്. 64-ാമത്തെ സൂറത്ത് ഏതാണ്? സൂറത്ത് തഗാബുനായിരിക്കും. അറുപത്തിനാല്. കണ്ടില്ലേ? സൂറത്ത് തഗാബുൻ കണ്ടോ? 64-ാം അധ്യായം. വെള്ളിയാഴ്ച നമ്മൾ ഓതുന്ന സൂറത്ത് ജുമാഅക്കും മുനാഫിഖൂനും ശേഷമുള്ള സൂറത്ത്. സൂറത്ത് കണ്ടോ? ആയത്ത് പറയാം. സൂറത്ത് മറിച്ചോ? എന്താണ് തഗാബുൻ എന്ന് പറഞ്ഞാല്? തഗാബുൻ, തഗാബുൻ സൂറത്തിന്റെ പേരാണ്. എന്താണ് തഗാബുൻ? വെളിപ്പെടുത്തൽ. തഗാബുൻ നഷ്ടം വെളിപ്പെടുത്തൽ, അതാണ് തഗാബുൻ. ശ്രദ്ധിക്കണേ, അതൊരു യൗമാണ്. തഗാബുൻ എന്ന് പറഞ്ഞത് ഒരു യൗമിന്റെ പേരാണ്, യൗമാണ്, ഒരു ദിവസത്തിന്റെ പേരാണ് തഗാബുൻ. യൗമു തഗാബുൻ എന്നാണ്. നമ്മൾ യൗമുൽ ജുമാ എന്നറിയില്ലേ? യൗമു തഗാബുൻ അതൊരു ദിവസമാണ്. ഈ സൂറത്തിന് അങ്ങനെ പേര് വരാൻ കാരണം ഈ സൂറത്തിലെ 9-ാമത്തെ ആയത്താണ്. വായിച്ചോളി. 9-ാമത്തെ ആയത്തൊന്ന് വായിക്കുക ആദ്യം. യൗമ യജ്മഉകും ലിയൗമിൽ ജംഇ ദാലിക യൗമുത് തഗാബുൻ വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സാലിഹൻ യുകഫിർ അൻഹു സയ്യിആതി
വയുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അളീം. എന്താണ്? യൗമ യജ്മഉകും ലിയൗമിൽ ജംഇ, ആ മഹാസമ്മേളനത്തിന്റെ ദിനത്തിൽ നിങ്ങളെ അവൻ ഒരുമിച്ച് കൂട്ടും. ആ ദിവസം ശ്രദ്ധേയമാണ്. യൗമുൽ ജംഅ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുന്ന ഒരു മഹാസമ്മേളനം. ആ സമ്മേളന ദിവസം ആണ് മഹ്ശർ. ആ ദിവസം ശ്രദ്ധേയമാണ്. ആ ദിവസമാണ് ദാലിക യൗമുത് തഗാബുൻ. അതാണ് യൗമുത് തഗാബുൻ. ചില ആൾക്കാർക്ക് അത് യൗമുത് തഗാബുൻ ആയിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മഹ്ശറയിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ചില ആളുകൾക്ക് അത് യൗമുത് തഗാബുനായിരിക്കും എന്ന് അള്ളാഹ് പറഞ്ഞു തരികയാണ്. നഷ്ടം വെളിപ്പെടുന്ന ദിവസമായിരിക്കും. നഷ്ടം വെളിപ്പെടുന്ന, അതായത് ഞാൻ ഒരു പരാജയമായിരുന്നു, എൻ്റെ ജീവിതം അത് ഞാൻ നഷ്ടപ്പെട്ടവൻ തന്നെയാണ് എന്ന് വെളിപ്പെടുന്ന ദിവസമാണ് ആ ദിവസം എന്നാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു തരികയാണ്, അതുകൊണ്ട് വമ യുഅ്മിൻ ബില്ലാഹ്, അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കാം. അതാ നേരത്തെ പറഞ്ഞത്. ആ ഖുർആനിൽ പറഞ്ഞോ ഞാൻ വിശ്വസിച്ചു, ഹദീസിൽ പറഞ്ഞോ ഞാൻ വിശ്വസിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ഹദീസ് പറഞ്ഞില്ലേ, അത്ഭുതകരമായ ഈമാൻ ആരെ കാര്യത്തിലാ? അത്ഭുതകരമായ ഈമാൻ ആരെ ഈമാനാ? റസൂൽ ചോദിച്ചില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സഹാബികൾ എന്താ പറഞ്ഞേ? മലക്കളെ ഈമാൻ അല്ലെ. അപ്പൊ റസൂൽ എന്താ പറഞ്ഞത്? അതെങ്ങനെ മലക്കളെ, അവർ അള്ളാഹിന്റെ അടുക്കലുള്ളവരല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു പറഞ്ഞു എന്നാ പിന്നെ മുർസലീങ്ങളായിരിക്കുന്നു. മുർസലീങ്ങളെ ഈമാൻ ഭയങ്കര അത്ഭുതമുള്ള ഈമാനാണ്. അപ്പൊ എന്താ പറഞ്ഞത്? സമ്മതിച്ചില്ല. കാരണം എന്താ? അതെങ്ങനെ? കാരണം അവർക്ക് വഹി ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ, ജിബ്രീലിനെ കാണുന്നുണ്ട്. അപ്പോൾ സഹാബികൾ എന്താ പറഞ്ഞാൽ ഞങ്ങളെ ഈമാനായിരിക്കും എന്ന് പറഞ്ഞു. റസൂൽ സമ്മതിച്ചില്ല, ഞങ്ങളതും അല്ല പറഞ്ഞു. അതെന്താ? ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടല്ലോ, നിങ്ങൾ ഇന്നെ കാണില്ലെന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ വിളിച്ചു പിന്നെ ആരെ ഈമാനാന്ന്? അപ്പൊ എന്താ പറഞ്ഞത്? യജീഊന ഖൗമൻ മിൻ ബഅദി, എനിക്ക് ശേഷം ഒരു വിഭാഗം വരും. യജിദൂനഹു സുഹ്ഫൻ, ഏടുകളിൽ കാണും. മുസ്ഹഫ് യജിദൂനഹു സുഹ്ഫൻ, ഈ കാര്യങ്ങളൊക്കെ അവർ ഏടുകളിൽ കാണും. യുഅ്മിനൂന ബിഹി, അവരത് വിശ്വസിക്കും. സുബ്ഹാനല്ലാഹ്, അവരെ ഈമാനാണ് അത്ഭുതകരമായ ഈമാൻ. ഏടുകളിൽ കാണും, അത് വിശ്വസിക്കും. അതാണ് പ്രമാണം. ആ ഏടുകളാണ് പ്രമാണം. അതിൽ കാണും, അത് ഖുർആനിലുണ്ട്, ഞാനത് വിശ്വസിച്ചു. അപ്പൊ നഷ്ടം വെളിപ്പെടാൻ പാടില്ല നമുക്ക്. എന്ത് വേണം? വമ യുഅ്മിൻ ബില്ലാഹ്, അള്ളാഹിൽ വിശ്വസിച്ചു. വയഅമൽ സ്വാലിഹൻ, വിശ്വാസം ശരിയാകുമ്പോൾ കർമ്മങ്ങളൊക്കെ ശരിയാവും. നല്ല കർമ്മങ്ങൾ ചെയ്തു. യുകഫിർ അൻഹു സയ്യിആത്തി, തെറ്റെയ്യാത്തവരാരും ഉണ്ടാവില്ല. തെറ്റെയ്യാത്ത മനുഷ്യനൊന്നും ഉണ്ടാവില്ല, മനുഷ്യന്മാരുണ്ടാവില്ല. യുകഫിർ അൻഹു സയ്യിആത്തി, അവനെ തെറ്റൊക്കെ പടച്ചോൻ മായ്ച്ചു കൊടുക്കും. അള്ളാഹിൽ പടച്ചോനുണ്ട്, എനിക്ക് ഉറപ്പാണ്, വിശ്വാസം, നല്ല വിശ്വാസമുണ്ട്. ഖുർആൻ അള്ളാഹ് പറഞ്ഞൊക്കെ സത്യമാണ്, വിശ്വസിച്ചു. എന്നിട്ട് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് നടന്നാൽ പോരാ, പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അവന് പരിശ്രമിച്ചു, അത് ചെയ്യുന്നു. അപ്പോൾ പടച്ചോൻ എന്താക്കും? വന്നതൊക്കെ എന്ത് ചെയ്യും? മായ്ച്ചു കൊടുക്കും. തിന്മകളൊക്കെ മായ്ച്ചു കൊടുക്കും. വയുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, കാരണം അത് മായ്ച്ചു കൊടുത്താലേ സ്വർഗ്ഗത്തിൽ കടക്കാൻ പറ്റുള്ളൂ. ആ സ്വർഗ്ഗത്തെ അടിഭാഗത്തുകൂടി നദികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കും. എന്നും നിത്യവാസിയായിരിക്കും. ഖാലിദിന ഫീഹാ അബദാ ദാലിക്കൽ ഫൗസുൽ അദീം, അതാണ് ഏറ്റവും വലിയ വിജയം. ഏറ്റവും വലിയ വിജയം, വമ്പിച്ച വിജയം അതാണ് എന്ന് അള്ളാഹ് പറഞ്ഞു വെക്കുക. അപ്പം ആ നഷ്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കും. അപ്പം ഈമാൻ ഉണ്ടാവണം. പിന്നെന്താ പറഞ്ഞത്? പറയ്. നഷ്ടം വരാത്ത ആൾക്കാർ ആരാണ്? നഷ്ടം വെളിപ്പെടാത്ത ആൾക്കാർ ആരാണ്? വമ യുഅ്മിൻ ബില്ലാഹ് വൽ യഅമൽ, അത് എവിടുന്നാ കിട്ടുക? അതിനെന്താ വേണ്ടത്? ഇതിന്റെ മേലത്തെ ആയത്ത് വായിച്ചെങ്കിൽ അത് കിട്ടും. തഗാബുനിന്റെ നേരെ, തഗാബുന് പറഞ്ഞ ആയത്തിന്റെ മേലുള്ള ആയത്ത് വായിക്കി, അതാണ് തദബ്ബുർ. ഫആമിനൂ ബില്ലാഹി വറസൂലിഹി വന്നൂരില്ലദീ അൻസൽനാ, അതാണ് വിഷയം, അതാണ് പോയിന്റ്. നിങ്ങൾ വിശ്വസിക്കുക അല്ലാഹുവിലും റസൂലിലും. പിന്നെ ഇത് എവിടുന്ന കിട്ടണ്ടി? വന്നൂരില്ലദീ, അതെന്താ? വന്നൂരില്ലദീ അൻസൽനാ എന്ന് പറഞ്ഞ എന്താ സാധനം? നാം ഇറക്കിയ ഈ പ്രകാശം, അതേതാ? ഖുർആൻ. അപ്പൊ അത് പഠിക്കണം, ഖുർആൻ പഠിക്കണം, ഖുർആൻ മനസ്സിലാക്കണം, ഖുർആൻ പഠിക്കണ കുടുംബാകണം. ഇല്ലെങ്കിൽ പരലോകത്ത് നഷ്ടം തന്നെ ആയിരിക്കും, നഷ്ടം വെളിപ്പെടും. ആ ഖുർആനാണ് പ്രമാണം. ആമിനു ബില്ലാഹി വറസൂലിഹി വന്നൂരില്ലദീ അൻസൽനാ. അപ്പൊ അത് ഖുർആനും സുന്നത്തും പെട്ടു. ഖുർആനും പെട്ടു, റസൂലുള്ളാഹിന്റെ
ഹദീസുകളും അതിൽപ്പെട്ടു, സഹിയായ ഹദീസുകൾ അതിൽപ്പെട്ടു. അത് വിശ്വസിക്കണം. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഈ സൂറത്തിൽ അള്ളാഹു പറഞ്ഞു തരാണ്. ഇതെന്താ, നമ്മൾ ഓരോ സൂറത്തിനും ഓരോ പ്രത്യേകത ഉണ്ട്. ഇപ്പൊ സൂറത്തുൽ മുഅ്മിനൂന്റെ പ്രത്യേകത എന്താ? നമ്മൾ പണ്ട് പറഞ്ഞതാണ്. സൂറത്തുൽ മുഅ്മിനൂന്റെ പ്രത്യേകത എന്താ? ഈമാൻ കിട്ടി മരിക്കാൻ ആഗ്രഹിക്കണ, ഈമാൻ കിട്ടി മരിക്കണോ? പൂതിണ്ടോ? ഉണ്ട്. അപ്പം അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർ നിർബന്ധമായിട്ട് പഠിക്കേണ്ട സൂറത്താണിത്. കാരണം തുടങ്ങുന്നതും അവസാനിക്കണം അങ്ങനെ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഈമാൻ കിട്ടി മരിച്ച ആൾക്കാർ വിജയിച്ചിരിക്കുന്നു. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഈമാൻ കിട്ടി മരിച്ചോലാണ് കേട്ടാ. ഈമാൻ കിട്ടി മരിക്കാൻ കഴിയണവനാണ് മുഅ്മിൻ. ഇപ്പൊ ഞാൻ മുഅ്മിനാണെന്ന് വെച്ചാൽ തീരുമാനമായിട്ടില്ല. ഞാൻ മുസ്ലിമായിട്ട് ജീവിക്കുന്നു, ഇനി മുഅ്മിനായിട്ട് മരിക്കണം. അപ്പം ഈമാൻ കിട്ടി മരിച്ചോ എങ്കിൽ മുഅ്മിനാണ്, അല്ലാത്തോലൊന്നും എന്തല്ല. അപ്പൊ ഒരാൾ മുഅ്മിനാണോ തീരുമാനിക്കുന്ന സമയം മരണാണ്. അപ്പൊ അള്ളാഹ് പറയാണ് അങ്ങനെയുള്ള ആൾക്കാർ വിജയിച്ചു. എന്നിട്ട് അതിന്റെ ഇടയിൽ പറഞ്ഞ മുഴുവൻ എന്താ അറിയോ? ഒരാൾക്ക് ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ പറഞ്ഞിങ്ങനെ വന്ന് അവസാനം ആ സൂറത്ത് അവസാനിക്കുന്നത് ഈമാൻ കിട്ടി മരിച്ച ആൾക്കാർക്ക് നമ്മൾ ദ്വാരക്കേണ്ട ദ്വാ പഠിപ്പിച്ചിട്ടാ. അവസാനത്തെ ആയത്തതാ. ഈമാൻ കിട്ടി മരിച്ച ആൾക്കാർക്ക് പ്രാർത്ഥിക്കണം മഗ്ഫിറത്തും മർഹമത്തിനും വേണ്ടിയിട്ട്. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ്, പഠിപ്പിച്ചിട്ടാണ് സൂറത്ത് അവസാനിക്കണേ. അല്ലെ, വഖുർ റബ്ബി ഗ്ഫിർ വർഹം വ അൻത ഖൈറുർ റാഹിമീൻ. പടച്ചോനെ മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കുക പടച്ചോനെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടാണ് ആ സൂറത്ത് അവസാനിക്കണേ. അതിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ ഓരോ സൂറത്തിനും ഉണ്ട്. ഈ സൂറത്തിന്റെ പ്രത്യേകത എന്താണ്? യൗമുത് തഗാബുന്റെ പ്രത്യേകത എന്താണ്? നാളെ നഷ്ടം വെളിപ്പെടുന്ന ദിവസത്തിൽ നഷ്ടം വെളിപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മളെ കുടുംബമൊക്കെ ഛിന്ന ഭിന്നമായി, കുടുംബമൊക്കെ തെറ്റി, പെണ്ണ് കെട്ടിക്കൊടുന്നോള് ഓളെ പെരീക്ക് പോയി തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ തെറ്റിപ്പോവുക, പിന്നെ വരിക, പിന്നെ പോവുക, പിന്നെ വരിക, ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കളിക്കുക, അവസാനം പിന്നെ അങ്ങോട്ട്, കാരണം ശൈത്താന്റെ പണിയാണെന്നൊക്കെ. അങ്ങനെ അവസാനമാണ് തെറ്റിപ്പോയി. കുടുംബങ്ങൾ തമ്മിൽ തെറ്റി, വാപ്പിയും മക്കളും തമ്മിൽ തെറ്റി, ജേട്ടനും അനുജനും തമ്മിൽ തെറ്റി, ആങ്ങളെയും പെങ്ങളും തമ്മിൽ തെറ്റി, അങ്ങനെ കുടുംബം അങ്ങോട്ട് ശിഥിലമായി. മനസ്സിലായിട്ട് പറഞ്ഞത്? ഇങ്ങനെ ജീവിച്ച ആൾക്കാര് മരിക്കും. ആ മരണം എന്തായിരിക്കും? നാളെ പരലോകത്ത് നഷ്ടം വെളിപ്പെടുത്തലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ സൂറത്തിലാണ് ഈ ആയത്ത് വരുന്നത്. നിങ്ങൾ നോക്കേണ്ടത് പിന്നെ 14-ാമത്തെ ആയത്ത് മുതൽ വായിച്ചോളെ. സൂറത്ത് തഗാബുനിലെ 14-ാമത്തെ ആയത്ത് മുതൽ. يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. إنما أموالكم وأولادكم فتنة والله عنده أجر عظيم. فاتقوا الله ما استطعتم واسمعوا وأطيعوا وأنفقوا خيرا لأنفسكم ومن يوق شح نفسه فأولئك هم المفلحون. إن تقرضوا الله قرضا حسنا يضاعفه لكم ويغفر لكم والله شكور حليم. عالم الغيب والشهادة العزيز الحكيم. ഒന്ന് ഒഴിഞ്ഞിരുന്ന് സാവകാശം ഇതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതൊന്നിങ്ങനെ പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഈ ആയത്തുകളൊക്കെ മറ്റൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. വല്ലാത്തൊരു ഈമാനിന്റെയും തഖ്വയുടെയും ഒരു ലോകത്തേക്ക് നമ്മളെ എത്തിക്കാൻ
ഈ ആയത്തുകൾ സഹായിക്കും. ഞാൻ അതിൻ്റെ അർത്ഥം ഒന്ന് പറയാം, ശ്രദ്ധിക്കുക. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വല്ലക്കും, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഇത് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരായത്താണ് അല്ലേ? നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. അദുവ് ആരാ? ശരിക്കും അദുവ് മനുഷ്യന്റെ ശത്രു ആരാ? ശൈത്താനാണ് അല്ലെ? ഈ ഇണകളെ അദുവാക്കി മാറ്റുകയാണ് ആര് ചെയ്യണത്? ശൈത്താൻ. അതിനുള്ള എല്ലാ പണി ആരെടുക്കും? ശൈത്താൻ എടുക്കും. ശൈത്താനിനെ പൂജിക്കുന്നവരെടുക്കും, ശൈത്താനെ സ്വാധീനിക്കുന്നവരെടുക്കും. ആ പണിയിൽപ്പെട്ടൊരു പണിയാണെന്ത്? സിഹർ. മനസ്സിലായില്ലേ? ആ പണിയിൽപ്പെട്ടൊരു പണിയാണെന്ത്? സിഹർ. പല ആളുകൾക്കും ഇത് മനസ്സിലായില്ല, തിരിഞ്ഞിട്ടില്ല. നിങ്ങളെ ഇണകളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. എന്നിട്ട് അള്ളാഹ് എന്താ പറഞ്ഞത്? നിങ്ങള് ബാക്കി വായിക്കേ. ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വല്ലക്കും, വായിക്കേ, ഫഹ്ദറൂഹും, നിങ്ങൾ അങ്ങേ അറ്റം ജാഗ്രത പാലിക്കണം. ഫഹ്ദറൂഹും എന്നാണ്, ശ്രദ്ധിക്കണം എന്നല്ല, സൂക്ഷിക്കണം എന്നല്ല. പിന്നെന്താ പറഞ്ഞത്? ജാഗ്രത പാലിക്കണം. നമ്മളെ കൂടെ കിടക്കുന്ന ഭാര്യ എപ്പോഴും നമുക്ക് ശത്രുവാകാം, ഭർത്താവ് എപ്പോഴും ശത്രുവാകാം. ആ അദുവാകുന്നത് അള്ളാഹുവിന്റെ അദുവായ, നമുക്കെല്ലാവർക്കും അദുവായി അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഈ ശൈത്താനിന്റെ പണികളിലൂടെയാണ്. ആ പണികളിൽപ്പെട്ട ഒന്നാണ് ഇത് സിഹർ. ശ്രദ്ധിക്കണം, ജാഗ്രത വേണം, നിസ്സാരമാക്കണ്ട. വഇൻ തഅഫു വതസ്ഫഹു, നിങ്ങൾ മാപ്പ് കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, പൊറത്തു കൊടുക്കുക. ഫഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു മാപ്പാക്കുന്നവനും പൊറത്തു കൊടുക്കുന്നവനും കാരുണ്യവാനാണ്. എന്താ പ്രശ്നം ഉണ്ടാവുക? നിങ്ങള് നമ്മളിപ്പം ദാമ്പത്യ ജീവിതത്തിൽ കുടുംബജാരി ജീവിക്കുന്ന ആൾക്കാരെ നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം, ഇടക്കിടക്കൊക്കെ ഒരു പിണക്കുണ്ടാകും, ഇടക്ക് ഒരു പ്രശ്നം ഉണ്ടാകും അല്ലേ? പിന്നെ ആ പ്രശ്നം തീരലെങ്ങനെയാണ്? അല്ലെ, നമ്മളൊന്നും കുടുംബജീവിതത്തിൽ ഇന്നേ വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇങ്ങനെ തീർക്കാനായിട്ട് ആൾക്കാർ വന്നു ഒക്കെ ഒറ്റപ്പെട്ട കേസുകളൊക്കെ ഉണ്ടാകും. ഒരു പ്രശ്നം ഉണ്ടായിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് കാരണവന്മാർ വന്നെങ്ങാണ്ട് ഇരുന്ന് അങ്ങനത്തെ ഒറ്റപ്പെട്ട കേസുകൾ ഉണ്ടാകുക അല്ലെ. ബാക്കിയൊക്കെ എങ്ങനെയാണ്? രാവിലെ ഒരു പണക്കൊക്കെ ഉണ്ടാകും അല്ലെ, വൈകുന്നേരമാകുമ്പോൾ ശരിയാവും അല്ലെ, എങ്ങനെ 2 ദിവസം കഴിഞ്ഞാൽ ശരിയാവും. ഇങ്ങനെയൊക്കെ ആണ്ട് പോയതാണ് അല്ലെ. എന്നാൽ ഈ മാപ്പ് കൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും പുറത്തു കൊടുക്കാനും ഒന്നും പറ്റാതിരിക്കുന്നത് എപ്പോഴാണ്? നിങ്ങൾ ഹൃദയത്തിലെ മവദ്ദത്തും റഹ്മത്തും അത് പൂർണ്ണമായിട്ട് എടുത്തിട്ട് ഒഴിവാക്കുമ്പോൾ പിന്നെ മവദ്ദത്തും റഹ്മത്തും പോയ സ്ഥാനത്ത് വരുന്ന സംഗതി എന്തായിരിക്കും എന്നറിയോ? എന്തായിരിക്കും? പകയും വിദ്വേഷമായിരിക്കും വരിക. മവദ്ദത്തും റഹ്മത്തും നീക്കം ചെയ്യുന്ന ഹൃദയത്തിലേക്ക് തിരിച്ചു വരുന്ന സാധനം പകയും വിദ്വേഷമായിരിക്കും. അതാരാ ഉണ്ടാക്കണത്? ശൈത്താൻ്റെതാണ്. അത് പോകൂല, അതങ്ങനെ നിൽക്കും. അപ്പം മാപ്പാക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കണം, അല്ലാഹുവിന്റെ തൗഫീഖ് വേണം. എന്നാൽ സിഹറിലൂടെ ആരെങ്കിലും ഒരാള് നല്ല സ്നേഹത്തിൽ ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാരെ വേരിപിരിക്കാൻ വേണ്ടിയിട്ട് സിഹർ ചെയ്തു, ആ സ്വാധീനം, ആ സിഹറിന്റെ അതിന്റെ സ്വാധീനം, തഅ്സീർ ആ കുടുംബത്തെ, ആ ഭാര്യ ഭർത്താക്കന്മാരെ ബാധിച്ചു കഴിഞ്ഞാൽ എല്ലാ സിഹറും ബാധിക്കുമോ? അള്ളാഹ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹ് തീരുമാനിക്കുന്നത് അതാണ്. അള്ളാഹിന്റെ ഇതിന് പ്രകാരം, അള്ളാഹുവിന്റെ ഇതിന് പ്രകാരം നടക്കുന്നാണ്, നടക്കൂല എന്നല്ല വരേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് മാസങ്ങളോളം നീണ്ടു നിൽക്കും, ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. ആ അകൽച്ച വലിയ പ്രശ്നം ഉണ്ടാക്കും, പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. സാധാരണ ഒന്ന് വേണമെങ്കിൽ അങ്ങോട്ട് പോയി എനിക്ക് വേണ്ടാന്ന് അറിഞ്ഞ് ഞാൻ തിന്നണില്ല എന്ന് അറിയാണ്ട് പോയി കുറച്ച് കഴിയുമ്പോൾ പള്ള വയ്ക്കുമ്പോൾ അങ്ങോട്ട് വന്ന് തിന്നോളും, അത് പക്ഷെ സിഹറുകൊണ്ട് നടക്കൂല. സിഹറുകൊണ്ട് നടക്കൂല. അതിങ്ങനെ അകന്ന് പോകും. അപ്പം അവിടെ അത് തിരിച്ചറിയാൻ കഴിയണം, അത് മനസ്സിലാക്കാൻ കഴിയണം. എന്നിട്ട് അതിന് വേണ്ട മാർഗം എന്താണ്? വീട്ടിൽ നിന്ന് ഇറങ്ങി ഏലസും ഐക്കലും കെട്ടാൻ വേണ്ടി പോകലല്ല, മറിച്ച് എന്താ വേണ്ടത്? ഖുർആനും സുന്നത്തുണ്ട്, നമുക്കതിൻ്റെ പ്രാർത്ഥനകൾ ദിക്റുകളൊക്കെ ഉണ്ട്. അത് ചൊല്ലണം, അത് ഓതണം, അത് ചെയ്യണം, സംഗതി തീരും. ഖുർആനാണ്ട് ഓടും ഷൈത്താൻ, യഫിറു ഷൈത്താൻ, ഷൈത്താൻ ഇറങ്ങിയാണ്ട് ഓടും. എല്ലാ വീട്ടിലും ഇത്
എന്നും വീട് എന്നും സുരക്ഷിതമാകണം. അതിന് റസൂല പറഞ്ഞ എല്ലാ പെരയിലും വീട്ടിലും അൽബക്കറ സൂറത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഓതണം. അൽബക്കറിൽ ഇത് വരും. അൽബക്കറിലാണ് കിടക്കുന്നത് ഈ ആയത്ത്. സിഹറിന്റെ ആയത്ത് കിടക്കുന്ന അൽബക്കറിയിലാണ്. സിഹറിനെതിരിലുള്ള റുഖിയയിലെ പ്രധാനപ്പെട്ട ആയത്താണ് ഈ 102. സിഹറിനെതിരിലുള്ള റുഖിയ പഠിപ്പിക്കപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ 102ാമത്തെ ആയത്ത്. അൽബക്കറ യഫിറു ഷൈത്താൻ ഇറങ്ങി ഓടുന്ന പറഞ്ഞത്. ഒരു സാഹചര്യ സിഹറും ഇങ്ങോട്ട് വരും, നമ്മളെ പേരേക്ക് വരൂല. ധൈര്യമായിട്ടിരിക്കാം, പേടില്ലാതിരിക്കാം, നിർഭയത്വത്തോടു കൂടി ജീവിക്കാം. മനസ്സിലാണ്ട് പറഞ്ഞത്? നിഷേധിക്കണ്ട, തള്ളിക്കളയണ്ട. ഇങ്ങനെ ഉണ്ട്, അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെ വല്ലവരും ചെയ്യുകയാണെങ്കിൽ എനിക്ക് ബേജാറും എനിക്ക് അതിൻ്റെ ടെൻഷനൊന്നുമില്ല. കാരണം എന്താണ് ചെയ്യേണ്ടത് എന്ന് എൻ്റെ റബ്ബെന്നെ പഠിപ്പിച്ചത് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ചെയ്യും. അപ്പൊ അതുവല്ലക്കും. എന്നിട്ട് ഇനി ഇത് ബോധ്യപ്പെടുത്തി തരാനാണ് ബാക്കിയുള്ള ആയത്തൊക്കെ. വായിച്ചു നോക്കി. ഇന്നമാ അംവാലുക്കും വൗലാദുക്കും ഫിത്ർ. ഇത് ബോധ്യപ്പെടുന്നത് മക്കളും കുടുംബവും ഒക്കെ എന്താണ്? പരീക്ഷണമാണ്. നമ്മളെ വീട്ടിലുള്ളത് എന്താണ്? മക്കളുണ്ട്, കുറച്ച് മുതലുണ്ട്, വീടുണ്ട്, ഇതൊക്കെയാണ്. ഇതൊക്കെ ഫിത്നയാണ്, പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കണം. വല്ലാഹു എന്തു ഹജുറിൻ അലീം. അള്ളാഹിന്റെ അടുക്കലുള്ളതാണ് മഹത്തായ പ്രതിഫലം. അതുകൊണ്ട് ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് കഴിയണമായിരിക്കും നിങ്ങൾ തഖ്വയോടെ ജീവിക്കേ. ഫത്തഖുല്ലാഹ മസ്തതഅതും, അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന വിധം നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കേ. ഫസ്മഉ, സാധ്യമാകുന്ന വിധം സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും ഉണ്ട്. തിന്മ കഴിയണമാരി ഒഴിവാക്കാന്നല്ല, തിന്മ പൂർണ്ണമായി ഒഴിവാക്കണം. ഇവിടെ തഖ്വ എന്ന് പറഞ്ഞാൽ നന്മ നമ്മളെ കൊണ്ട് കഴിയണമായിരിക്കും നന്മകൾ ചെയ്യുക. ളുഹ നിസ്കരിക്കുക, ശുറൂഖ് നിസ്കരിക്കുക, ഖുർആൻ ഓതുക, സുന്നത്ത് നോമ്പ് വിൽക്കുക, എല്ലാം കൂടി ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് ചെയ്യാൻ പറ്റിയിടത്തോളം ചെയ്യാം. വസ്മഉ, ശ്രദ്ധിച്ച് കേൾക്കി. എന്താ ശ്രദ്ധിച്ച് കേൾക്കണ്ടി? ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം ഏതാ? എന്താ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്? ഖുർആനാണ്. ഖുർആൻ കേൾക്കണം, ഖുർആൻ പഠിക്കണം, ഖുർആൻ കുടുംബം കേൾക്കട്ടെ. വഅതീഉ, അനുസരിക്കേ. ഖുർആൻ കേട്ടിട്ട് നിങ്ങൾക്ക് അനുസരണ വേണം. വഅൻഫിഖു, നിങ്ങൾ ചെലവാക്കേ. ഖൈറുൽ ലക്കും ഖൈറുൽ ലി അൻഫുസിക്കും, നിങ്ങൾക്കത് ഖൈറാണ്. വമൻ യൂക ശുഖ നഫ്സി, ഹൃദയത്തിന്റെ പിശുക്ക്, ആ പിശുക്കിൽ നിന്ന് അള്ളാഹു ആരെ രക്ഷപ്പെടുത്തിയോ ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. എന്താണ് ഹൃദയത്തിന്റെ പിശുക്ക്? പിശുക്കില്ലാത്ത ഹൃദയം എന്ന് പറഞ്ഞാൽ ശൈത്താനില്ലാത്ത ഹൃദയമാണ്. മനസ്സിലെ? പിശുക്കാരതാ? ശൈത്താൻ്റെതാണ്. ദൂർത്താരതാണ്? ശൈത്താൻ്റെതാണ്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തിൻ. അപ്പോൾ അത് പോണം. ഹൃദയം വിശാലമാകണം. മറ്റേത് കുടുങ്ങിയതായിരിക്കും. അതാണ് പിശുക്കിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ, കുടുങ്ങിയ ഹൃദയമായിരിക്കും. മവദ്ദത്തും റഹ്മത്തും കണ്ട് പോകുമ്പം അത് കുടിസുള്ളതായി, അല്ലേ? മവദ്ദത്തും റഹ്മത്തും പോകുമ്പോൾ ആ സ്ഥാനത്ത് പകയും വിദ്വേഷമൊക്കെ വന്നാൽ ആ ഹൃദയം എന്തായി? കുടിസുള്ളതായിട്ട് മാറണം. അതുകൊണ്ട് ഇൻ തുഖ്രിദുല്ലാഹ ഖർദൻ ഹസന, നിങ്ങൾ അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കുക. അങ്ങനെ കടം കൊടുക്കുകയാണെങ്കിൽ യുളാഇഫു ലക്കും, നിങ്ങൾക്ക് അത് ഇരട്ടിയായി തരും. അള്ളാഹ്ക്ക് കടം കൊടുക്കുകയാണെങ്കിൽ അള്ളാഹ് ദരിദ്രനാന്ന് പറഞ്ഞു. ഈ ആയത്തിറങ്ങിയപ്പോൾ കളിയാക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹ്ക്ക് കടം കൊടുക്കാന്നല്ല, നിങ്ങൾ അള്ളാഹ് ആരാണ്? ഫക്കീറാണെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു ആയത്തിറക്കി. എന്താണ് ആയത്ത്? അൻതുമുൽ ഫുഖറാ, നിങ്ങളാണ് ഫക്കീറന്മാര്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അപ്പൊ അള്ളാഹ്ക്ക് കടം കൊടുക്കാറിഞ്ഞാൽ നമ്മൾ 5 വയസ്സ് അള്ളാഹ്ക്ക് ആവശ്യമില്ല. പക്ഷെ അള്ളാഹ്ക്ക് കടം കൊടുക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ധാരാളം അമലുകൾ ചെയ്തോളി. ആ അമൽ നിങ്ങൾ ധാരാളം അമലുകൾ ചെയ്ത് ഇങ്ങനെ വെച്ചോളി. അത് നിങ്ങളെ സമ്പാദ്യമാണ്. അത് ആർക്ക് കൊടുക്കണാണ്? അപ്പൊ അള്ളാഹ് യുളാഇഫു, ഇരട്ടിയായിട്ട് തിരിച്ചു തരും. നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു തരും. നിങ്ങളൊരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ ഒരു സുബ്ഹാനല്ലാഹ് അല്ല തിരിച്ചു തരിക. ഒരു സുബ്ഹാനല്ലാഹിന്റെ കൂലിയല്ല, ചുരുങ്ങിയത് 10 കിട്ടുക. ചുരുങ്ങിയത് 10 ഇരട്ടി കിട്ടും. അത് 700 ഇരട്ടി വരെ പോവും. അതിൻ്റെ അടിയുള്ളത് കിട്ടും. അവനാൻ്റെ ഈമാനും തഖ്വക്ക് അനുസരിച്ച് കിട്ടും. ഇരട്ടി തരും പടച്ചവൻ. വയഗ്ഫിറു ലക്കും, നിങ്ങൾക്ക് അള്ളാഹ് പുറത്തു തരും ചെയ്യും. വല്ലാഹു ഷക്കൂറുൻ അലീം, അള്ളാഹു ഏറ്റവും അധികം നന്ദിയുള്ളവനും സഹനശീലനുമാണ്. ആലിമുൽ ഗൈബി വശ്ശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്. അൽ അസീസുൽ ഹക്കീം, യുക്തിമാനാണ്, പ്രതാപിയാണ് പടച്ചവൻ. ഒരു ഭയങ്കര സൂറത്താണിത്. ഒഴിവുണ്ടാകുമ്പോൾ ഈ സൂറത്തൊന്ന് വായിച്ച് അർത്ഥം വെച്ച് പഠിക്കേണ്ട. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഖൈറും നിഅമത്തും ബർക്കത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കും. ഞായറാഴ്ചയുടെ ക്ലാസ് ഉണ്ടായിരിക്കും. നമ്മൾ അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച തന്നെയായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറുകളിലും പങ്കാളികളാകാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ അള്ളാഹു സ്നേഹവും സന്തോഷവും അള്ളാഹു നേർത്തി തരുമാറാവട്ടെ. എല്ലാ ശൈത്താനിന്റെ ഇടപെടലുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കും.
നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.